മധുചന്ദ്രികയിലേക്ക് സ്വാഗതം. ചേട്ടാ സലിച്ചവരിയായിട്ട് കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അദ്ദേഹമായിട്ടുള്ള വർക്ക് ചെയ്ത അനുഭവം എന്ന് പറയാമോ? സലിദാണ് ഹിന്ദി പാട്ടൊക്കെ കേട്ടിട്ട് ആ ഒരു ആരാധനയോട് കൂടിയിട്ടാണ്. ജീനിയസ് അല്ലേ, ജീനിയസ് അല്ലേ. അതിൻ്റെ രാസലില്ല അത് മാത്രമേ ഉള്ളൂ. അത് പിന്നെ ഒന്ന് രണ്ട് പാട്ട്, പിന്നെ ചെമ്പ ചെമ്പ കുറുമ, അത് അതിനകത്ത് മന്നാടെ അതൊന്ന് പറയാം. അത് അദ്ദേഹത്തിനെ പരിചയപ്പെട്ടത് മന്നാദ എന്ന് പറഞ്ഞാൽ ഒരു ഒരു അത്ഭുത പ്രതിഭാസം, ലെജൻഡ് സംശയം എന്താ. ഞാൻ അദ്ദേഹം മരിക്കുന്നതിന് 2 കൊല്ലം മുമ്പ് ബാംഗ്ലൂർ പോയി കണ്ടിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒന്നാമത് പൂച്ച അറിയാം, സുലഭ ഞാൻ ഞങ്ങൾക്ക് സംസാരിച്ചു. അത് റെക്കോർഡിങ്ങിന് ആദ്യം വന്നപ്പോൾ, നെല്ലിൻ്റെ റെക്കോർഡിങ്ങിന് മന്നാദ കയറി വന്നപ്പോൾ തന്നെ, അത് കയറി വരുമ്പോൾ തന്നെ പുള്ളി, ഞാൻ വെയിറ്റ് ചെയ്ത് മന്നാദ കാണാനായിട്ട് നമ്മൾ നേരത്തെ വന്നിരിക്കുകയാണ് കാണാൻ. അങ്ങനെ കയറി വരുമ്പോൾ തന്നെ നേരെ കയറുന്നു. കയറി വന്ന ഉടനെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ്, ഞാനിത് കണ്ട് ഞെട്ടി കേട്ടോ. സിഗരറ്റ് കത്തിച്ചു, കൂളായിട്ട് സിഗരറ്റ് ലൈറ്റർ കത്തിച്ചു. അപ്പോൾ വൈഫ് സുഖം തന്നെയല്ലേ. അപ്പോൾ ഞാൻ മന്നാദ സിഗരറ്റ് പിടിക്കുക, നിങ്ങളതൊന്നും കണ്ടു നോക്കില്ല, അയാളെന്ത് വേണ്ടാതരം കാണിക്കും, നിങ്ങളത് കണ്ട് പഠിക്കും. അങ്ങനെ വലിയൊരു ഇതാണ് അങ്ങനെ ഭയങ്കര. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞിട്ട് പുള്ളി നേരെ പോയി ഓർക്കസ്ട്ര പോയിട്ട് അത് വായിക്കാൻ പറഞ്ഞു. നാസരം തകിൽ അത് വായിക്കാൻ പറഞ്ഞു. എന്തൊരു ഒറിജിനൽ ഇൻസ്ട്രുമെൻ്റാണ്, സൗത്ത് ഇന്ത്യ ഒറിജിനൽ ടോൺ ഓഫ് സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു. അതാണ് ആ ഒരു എല്ലാവരും കണ്ട. എന്നിട്ട് ഞാനൊരു ചെറിയൊരു റിക്വസ്റ്റ് അങ്ങോട്ട്, മന്നാദ ഇഫ് യു ഡോണ്ട് മൈൻഡ് പൂച്ചോന കേസ് ആലാപ്പ് ഒന്ന് പാടാൻ പറയും. ആലാപ്പ് മാത്രം അങ്ങേര് പാടിയുണ്ട് ദൈവമേ മൈക്കിൽ. അയ്യോ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആണ് പൂച്ചനൊക്കെ. ഓ ആഹിർ ഭൈരവിലും പാടിയോ മതി. നിർത്തി. പൂछो ना कैसे मन रैन बिताए, पूछो ना कैसे मन रैन बिताए, जुग भी तेरा जुग भी तेरा लने दादी बिताए, पूछो ना कैसे मन रैन बिताए. इत पल दीपक इत मन मेरा, मन मेरा मेरा, इत पल दीपक इत मन मेरा, फिर भी न जाने कैसे दिल का अंधेरा, तड़पत तड़पत उमर गवाए, पूछो ना कैसे मन रैन बिताए, पूछो ना कैसे मन रैन बिताए, इत पल दीर इत बल तेरा देरी देना थिए बिताए, पूछो ना कैसे मन रैन बिताए. ഗംഭീരായി. അത് അത്രയും എന്താണ് തേരി സൂരത് മേരി ആങ്കി. എൻ്റെ പിക്ചറൈസേഷൻ സീൻ സീക്വൻസും കേൾക്കേണ്ടതാണ്. അതായത് അശോക് കുമാറാണ്, ഒരു കറുത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് സ്നേഹിക്കുക വഹിദ റഹ്മാനാണ്, ബ്യൂട്ടിഫുൾ ലേഡി.
അപ്പോൾ അയാൾ പറയും ഞാൻ നിന്നെ പ്രേമിക്കണമെന്ന് പറയും. അപ്പോൾ ആ സ്ത്രീ പറയും നീ കണ്ണാടിയിൽ നിൻ്റെ മുഖം നോക്കിയിട്ടുണ്ടോ നിന്നെ പ്രേമിക്കാമെന്ന് നോക്കാൻ പറയും. അപ്പോൾ അശോക് കുമാർ കണ്ണാടി നോക്കുമ്പോൾ 2 തുള്ളി കണ്ണുനീര്. അയാൾക്ക് മനസ്സിലായി ഞാൻ ഒരിക്കലും അർഹനല്ല അവളെ 2 തുള്ളി കണ്ണുനീര്. ആ കണ്ണുനീര് വീഴും. അയ്യോ ആ സീനും അങ്ങനെ ആക്ട് ചെയ്തേക്കണം. കാര്യം ഇതാണ് കണ്ണുനീര് വീഴുമ്പോഴാണ് എൻ്റെ ഈശ്വര. അത് കഴിഞ്ഞിട്ട് അവൾ പറയും ആ പാട്ട് കഴിയുമ്പോൾ അവൾ ഞാൻ നിങ്ങളെ പ്രേമിക്കുക ഇപ്പം നീ എൻ്റെ സഹോദരിയായി കഴിഞ്ഞു പറയും. ഇനി നീ എന്തൊരു ഇതായിരിക്കും ഇല്ല ഇനി ഞാൻ അന്ന് അപ്പം ആ ഒരു ഇതിൽ ഞാൻ നിന്നെ പ്രേമിച്ചു. പക്ഷെ നീ ഈ പാട്ട് കഴിഞ്ഞപ്പോൾ നീ എന്നെ പ്രേമിക്കുമ്പോൾ നീ എൻ്റെ സഹോദരിയായിട്ട് തോന്നി. ആ പ്രേമം എനിക്ക് ആവശ്യമില്ല, നീ എൻ്റെ സഹോദരിയാണ്. ഇതൊക്കെ എവിടെ നമ്മളെ ഇതൊക്കെ വാട്ട് ഈസ് ദി ആ ഒരു സീക്വൻസ് അത് ഹൃദയം തകർന്നിട്ട് പാടാ. ദിൽ കോൻ തേരാ തടുപ്പത്ത് മറഗവാ അയ്യോ ഗവാ പൂछो ना कैसे मन रे भीतर അയ്യോ ശാസ്ത്രീയമായിട്ട് ഇത്രയും പഠിച്ചത് അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് പോയിട്ട് ഒരാൾ ഇന്ത്യയിൽ പറയില്ല. മന്നാടെ സാബിന് അത്രയും. മന്നാടെ ഞാൻ ചോദിച്ചതിനോട് എങ്ങനെ എന്താണ് ഈ ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനി പഠിക്കാൻ? ഞാൻ പറഞ്ഞു ഐ ലേൺഡ് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഇൻ ബംഗാൾ, കൽക്കട്ട, ലൈക്ക് ബംഗാളി സിംഗേഴ്സ്. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ലൈക്ക് ബംഗാളി സിംഗേഴ്സ്. പക്ഷേ ഐ വാണ്ടഡ് ടു ലേൺ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സോങ്സ് ലൈക്ക് മുസ്ലിം സിംഗേഴ്സ്. So that I came to Bombay and learned under a Muslim guru. I wanted that Muslim style of singing, Hindustani style. So I came to Bombay to learn Hindustani music, like Muslims. But I was forced to enter the films. We are fortunate. നമുക്ക് ഭാഗ്യം കിട്ടിയില്ലേ ഇതെന്നൊരു ശബ്ദം കേൾക്കാന്നത്. ആശാമത് പോലെ. What a great singer. अवेला बसंत बहार है. सुरना सजे क्या गावों में सुर के बिना जीवन सुना सुर के बिना जीवन सुना सुरना सजे क्या गावों में सुर के बिना जीवन सुना सुर के बिना जीवन सुना सुरना सजे. നല്ല സംഗീതം എന്തൊരു സോങ്ങാ. അത് മൻ കി ഭാവന നിങ്ങൾ പോകും. സുരനാ സജേ ആ അതിൻ്റെ സീക്വൻസ് പറഞ്ഞുതരാം. അത് വേറൊരു ബ്യൂട്ടിഫുൾ സീക്വൻസാണ്. അതായത് ഗുരുവും ശിഷ്യനും കൂടിയിട്ട് വളരെ അടുത്ത് എന്തോ ഒരു ദേഷ്യത്തിൽ ഗുരു ശിഷ്യനോട് പോകാൻ പറയും. ഗുരു പോകാൻ നിന്നെ കാണാൻ പറയും. ആ കാലിൽ വീഴും, ചവിട്ടി പുറത്താക്കും. ദൂരെ പോയിട്ട് അപ്പോൾ സുരനാ സുരന സുരക്കേ ബിന ജീവൻ സുനാ സുരക്കേ ബിന. ഇത് പാടുക അങ്ങനെ ഗുരു ഓടി വരും. ഓടി വന്ന് കെട്ടിപ്പിടിക്കും. ഞാൻ നിന്നെ ഒരിക്കലും വിടില്ല. കരയുമ്പോഴേ എന്തൊരു സീക്വൻസ്, ഇതൊക്കെ എന്തൊരു ടച്ചിങ് ആണ്. പാട്ടുകളും സീനൊക്കെ ആയിട്ട് എന്താണ് പറയാ. കസ്മവാദയുടെ തമിഴുണ്ട്, TMS പാടിയിട്ടുണ്ട്. എൻ്റെ ഒരു തമിഴ് വേർഷൻ. TMS മറ്റേ സോബാർജനം കേട്ടത്. സോബാർജനം ലേങ്കെ രവി സാബ്, രവിയുടെ മ്യൂസിക്, രവി സാബിൻ്റെ. കസ്മവാദയുടെ ദാസേണ്ണ പാടിയിരിക്കണം. അല്ല ഞാൻ പറഞ്ഞ സോബാർജനം TMSന്റെ ഉണ്ട്. ഓരായിരം പാർവയിലേ തന്നിന്ന നിന്നിത്താനേ ലജാനെ വഫാ ഫിർ ഭീ തനനാന താനാന സോബാർജനം ലേങ്കെ റഫി സാബ്. ഓരായിരം പാർവയിലേ TMS. ഏതാ നല്ലത് നമുക്ക് പറയാൻ പറ്റില്ല.
രണ്ടും ഒരേ beautiful ആണ്. രണ്ട് ബ്യൂട്ടിഫുൾ ആണ്. ചേട്ടാ രാജഹംസം എന്നുള്ള ഫിലിമില് ഫേമസ് ആണ് സന്യാസിനി. അതേമാതിരി അതിനകത്ത് ചേട്ടൻ്റെ ഒരു പാട്ടുണ്ട് അതിനകത്ത്, പച്ചിലയും കത്രികയും. അത് പോപ്പുലർ ആയില്ല, പക്ഷെ അത് മനോഹരമായ പാട്ടാണ്, നല്ല പാട്ടാണ്. അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന്. പച്ചിലയും കത്രികയും പോലെ, പട്ടുനാരും പവിഴവും പോലെ, പുഷ്പവതി പുഷ്പവതി നീയും ഞാനും സ്വപ്നവും നിദ്രയും പോലെ. പച്ചിലയും കത്രികയും പോലെ, പട്ടുനാരും പവിഴവും പോലെ, പുഷ്പവതി നീയും ഞാനും സ്വപ്നവും നിദ്രയും പോലെ. പച്ചിലയും കത്രികയും പോലെ, തുടിച്ചു തുടിച്ചു വിടരും നിന്റെ തൊട്ടാൽ പൊട്ടുന്ന താരുണ്യം. തുടിച്ചു തുടിച്ചു വിടരും നിന്റെ തൊട്ടാൽ പൊട്ടുന്ന താരുണ്യം. അളന്നു നോക്കാതെ തുന്നി ഞാൻ അണിയാനീ കഞ്ചുകം, നിനക്കണിയാനീ കഞ്ചുകം. പൊന്നും നൂൽ കൊണ്ടെഴുതട്ടെ ഞാൻ എൻ്റെ പേരും കൂടി, ഇതിലെൻ്റെ പേരും കൂടി. പച്ചിലയും കത്രികയും പോലെ, പട്ടുനാരി പവിഴവും പോലെ, പുഷ്പവതി പുഷ്പവതി നീയും ഞാനും സ്വപ്നവും നിദ്രയും പോലെ. നിറഞ്ഞു നിറഞ്ഞു തുളുമ്പും നിന്റെ നൃത്തം വയ്ക്കുന്ന സൗന്ദര്യം കവർന്നെടുത്തു ഞാൻ ചാർത്തിക്കും കവിളത്തൊരു കന്മദം, ഇളം കവിളത്തൊരു കന്മദം. വർണ്ണപ്പൂ കൊണ്ടെഴുതട്ടെ ഞാൻ എൻ്റെ പേരും കൂടി, അതിലെൻ്റെ പേരും കൂടി. പച്ചിലയും കത്രികയും പോലെ, പട്ടുനാരും പവിഴവും പോലെ, പുഷ്പവതി നീയും ഞാനും സ്വപ്നവും നിദ്രയും പോലെ. പച്ചിലയും കത്രികയും പോലെ. എത്ര സിമ്പിളാണ്, എത്ര ബ്യൂട്ടിഫുൾ ആകും കൺസ്ട്രക്ഷന്. നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ നോക്കില്ല എന്താ അങ്ങനെ കമ്പോസ് ചെയ്ത് എന്താ പാടേണ്ടതെന്ന്. മോഹിനിയാട്ടത്തിലെ ഇതേ താളത്തിലൊരു പാട്ട്. ആറന്മുള ഭഗവാന്റെ പൊന്നു കെട്ടിയ ചുണ്ടൻ വള്ളം ആലോല മണിത്തിരയിൽ നടനമാടി, ആറ്റുവക്കിലുലഞ്ഞാടും കരിനീല മുളകളിൽ കാറ്റുവന്നു തട്ടി ഓണപ്പാട്ടൊന്നു പാടി, പാട്ടൊന്നു പാടി. ആറന്മുള ഭഗവാന്റെ പൊന്നുകെട്ടിയ ചുണ്ടൻ വള്ളം ആലോല മണിത്തിരയിൽ നടനമാടി, ആറ്റുവക്കിലുലഞ്ഞാടും കരിനീല മുളകളിൽ കാറ്റുവന്നു തട്ടി ഓണപ്പാട്ടൊന്നു പാടി, പാട്ടൊന്നു പാടി. ചിത്രവർണ്ണ പട്ടുടുത്തൻ ചിത്രലേഖ പാറി വന്നു, ചിത്രവർണ്ണ പട്ടുടുത്തൻ ചിത്രലേഖ പാറി വന്നു, ഉത്രട്ടാതി ഊണവെയിൽ കുളിച്ചു നിന്നു. കൺമണിതൻ കടമിഴിത്തോണിയിലെ കന്യകളം കനവുകളിരയും വൻകുമ്മികൾ പാടി. ആറന്മുള ഭഗവാന്റെ പൊന്നുകെട്ടിയ ചുണ്ടൻ വള്ളം ആലോല മണിത്തിരയിൽ നടനമാടി, ആറ്റുവക്കിലുലഞ്ഞാടും കരിനീല മുളകളിൽ
കാറ്റു വന്നു തട്ടി ഓണപ്പാട്ടൊന്നു പാടി, പാട്ടൊന്നു പാടി. പൂമനസിൻ താളം തുള്ളി തുളുമ്പിയ നേരം തങ്കം, പൂമനസിൻ താളം തുള്ളി തുളുമ്പിയ നേരം തങ്കം, പൂവരശിൻ നിലനുള്ളി എറിഞ്ഞു നിന്നു. നിൻവിരലിൻ മനം കവർന്നിളകുമായിലകളും എൻ്റെ ദുഃഖഹൃദയവും തിരകവർന്നു. ഭഗവാന്റെ പൊന്നു കെട്ടിയ ചുണ്ടൻ വള്ളം ആലോല മണിത്തിരയിൽ നടനമാടി. ആറ്റുവക്കിലുലഞ്ഞാടും കരിനീല മുളകളിൽ കാറ്റു വന്നു തട്ടി ഓണപ്പാട്ടൊന്നു പാടി, പാട്ടൊന്നു പാടി, പാട്ടൊന്നു പാടി, പാട്ടൊന്നു പാടി. ശ്രീകുമാരൻ തമ്പിയുടെ ബ്യൂട്ടിഫുൾ വരികളാണ്. അതേ താളത്തിൽ സ്വാമിയുടെ വേറെ പാട്ടുണ്ട്, ചന്ദനത്തിൽ. ആ അതെ അതെ അതെ, അത് വേറെ മൂടാ. തമ്പിയുടെ ഫിലിം തന്നെയാണുള്ളത്, മോഹിനിയാട്ടം. മറ്റൊന്നും തമ്പി സാറിന്റെ. കസ്തൂരി മല്ലിക പുടവ ചുറ്റി കാനന കന്യയാം കാമവതി, പൂഞ്ചേല പുൽകി പൂഞ്ചായൽ പുൽകി, പൂമണി മാരുതൻ കവിയായി. കസ്തൂരി മല്ലിക പുടവ ചുറ്റി കാനന കന്യയാം കാമവതി, പൂഞ്ചേല പുൽകി പൂഞ്ചായൽ പുൽകി, പൂമണി മാരുതൻ കവിയായി. കസ്തൂരി മല്ലിക പുടവ ചുറ്റി. സൂര്യ നമസ്കാരം ചെയ്തെഴുന്നേൽക്കുന്നു സുപ്രഭാതാഭയിൽ പൂവള്ളികൾ. സൂര്യ നമസ്കാരം ചെയ്തെഴുന്നേൽക്കുന്നു സുപ്രഭാതാഭയിൽ പൂവള്ളികൾ. ആകാശപ്പന്തലിലാലോലമാടുന്നു ആവണിതൻ പുഷ്പകാമനകൾ, കാമനകൾ. കസ്തൂരി മല്ലിക പുടവ ചുറ്റി കാനന കന്യയാം കാമവതി, പൂഞ്ചേല പുൽകി പൂഞ്ചായൽ പുൽകി, പൂമണി മാരുതൻ കവിയായി. കസ്തൂരി മല്ലിക പുടവ ചുറ്റി. താളത്തിലോളങ്ങൾ നെയ്തെഴുന്നള്ളുന്നു ഭാവനമുത്തുകൾ തരങ്കിണികൾ. താളത്തിലോളങ്ങൾ നെയ്തെഴുന്നള്ളുന്നു ഭാവനമുത്തുകൾ തരങ്കിണികൾ. മധുരാദ്രലാവണ്യമായി മുന്നിൽ നിൽക്കുന്നു മരവുരി ചുറ്റിയൻ കൽപ്പനകൾ, കൽപ്പനകൾ. കസ്തൂരി മല്ലിക പുടവ ചുറ്റി കാനന കന്യയാം കാമവതി, പൂഞ്ചേല പുൽകി പൂഞ്ചായൽ പുൽകി, പൂമണി മാരുതൻ കവിയായി. കസ്തൂരി മല്ലിക
മാളിക പുടവ ചുറ്റി കാനന കന്യയാം കാമവതി. റൊമാൻറ്റിക് ഭാവം നന്നായിട്ട് ദേവരാം മാഷ് പല പാട്ടിലും ഇതേമാതിരി വേറെ പാടെ കാറ്റ് വന്നു. കാറ്റു വന്നു നിന്റെ കാമുകൻ വന്നു കുന്നിൻ ചെരുവിലോടെ കുഴലിലോണ പാട്ടുപാടും. കാറ്റു വന്നു നിന്റെ കാമുകൻ വന്നു കുന്നിൻ ചെരുവിലോടെ കുഴലിലോണ പാട്ടുപാടും. കാറ്റു വന്നു നിന്റെ കാമുകൻ വന്നു. കടവത്ത് നാണത്തിൻ കതിർ ചൂടി നീ നീല കടമ്പുപോൽ അടിമൂടി പൂത്തു നിന്നു. കടവത്ത് നാണത്തിൻ കതിർ ചൂടി നീ നീല കടമ്പുപോൽ അടിമൂടി പൂത്തു നിന്നു. കവിത പോലി ഗ്രാമഭംഗികൾ നിൻ മധുര സ്വരരാഗമഞ്ജരിയിൽ കുളിച്ചു നിന്നു. മുളവേണു പോലെ നീ എൻ ചുണ്ടിലമർന്നപ്പോൾ പുളകമായി നീ എന്നിൽ ഉണർന്നു വന്നു. കാറ്റു വന്നു നിന്റെ കാമുകൻ വന്നു കുന്നിൻ ചെരുവിലോടെ കുഴലിലോണ പാട്ടുപാടും. കാറ്റു വന്നു നിന്റെ കാമുകൻ വന്നു. ശരറാന്തൽ തിരിതാഴ്ത്തി ശരത്കാലയാമിനി ശയനമുറിവാതിൽ ചാരി നിന്നു. ശരറാന്തൽ തിരിതാഴ്ത്തി ശരത്കാലയാമിനി ശയനമുറിവാതിൽ ചാരി നിന്നു. അതുവരെ തുറക്കാത്ത നിൻ കിളിവാതിലുകൾ ആദ്യമായി എനിക്കു നീ തുറന്നു തന്നു. അരിമുല്ലവള്ളി പോലെ എന്നിൽ നീ പടർന്നപ്പോൾ അനുഭവിച്ചറിഞ്ഞു നിൻ അംഗസൗരഭ്യം. കാറ്റു വന്നു നിന്റെ കാമുകൻ വന്നു കുന്നിൻ ചെരുവിലോടെ കുഴലിലോണ പാട്ടുപാടും. കാറ്റു വന്നു നിന്റെ കാമുകൻ വന്നു നിന്റെ കാമുകൻ വന്നു നിന്റെ കാമുകൻ വന്നു. ദേവരാമാഷമാരി ഇത്രയും വെറൈറ്റി എത്ര വെറൈറ്റി പാട്ടാ പാടിച്ചിരിക്കണം. എന്തെല്ലാം ഫീലിങ്സ് ആണ്, എന്തെല്ലാം മനുഷ്യനില്ലാത്ത ദുഃഖം എന്നോ പ്രണയം എന്നോ ഇന്നലാത്ത അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ഭാവങ്ങളുണ്ട്. നമുക്കറിയില്ല എന്താണ് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയ ഭാവങ്ങൾ. അത് MS തന്നെയാണ്. നമുക്ക് പല ഭാവങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെതായിട്ട് ചില ഭാവങ്ങളുണ്ട്. അത് അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. ഇത് അങ്ങനെ അവർക്ക് മാത്രമുള്ളത്. അത് നമ്മൾ കേൾക്കുക എന്ന് മാത്രമേ നമുക്ക് കേൾക്കാനേ പറ്റുള്ളൂ. ജീനിയസ്, ഒരു വരപ്രസാദം ജനനം എന്ന് പറയുന്നത്. MSVയുടെയും എത്രയോ നല്ല പാട്ടുകൾ ചേട്ടൻ പാടിയിട്ടുണ്ട് മലയാളത്തിൽ. ഒരുപാട് എനിക്കാണ് പിന്നെ അദ്ദേഹത്തിനും ചേട്ടൻ തന്നെ പാടിയിരിക്കുന്നത്. മലയാളത്തിലെ പാട്ടൊക്കെ അങ്ങനെ ഒരു നിമിഷം കൊണ്ട് അങ്ങനെ ഒരു ചെയ്തങ്ങ് പോകുന്ന കഴിഞ്ഞു അത്രേ ഉള്ളൂ. അങ്ങനെ അത്രേ ഉള്ളൂ. മലയാളത്തിലൊക്കെ ചെയ്ത് പോയതാ ഇരിക്കും എടുത്തു അത്രേ ഉള്ളൂ. കഷ്ടം മറ്റേതല്ലല്ലോ. തമിഴെന്ന് പറഞ്ഞാൽ സിറ്റുവേഷനും MGRും ശിവാജി എന്നൊക്കെ പറഞ്ഞാൽ MGRൻ്റെ തോട്ടത്തിൽ പോയിട്ടാണ് 25 പല്ലവി ഇടുന്നത്. ഒരു പാട്ടിന് 25 പല്ലവീസ്. അദ്ദേഹം കൂടെ ഇരിക്കല്ലേ MGR പാട്ട് പല്ലവി 25. അതല്ലേ വിദ്യാസാഗർ പറഞ്ഞേ 25 പല്ലവിയിൽ ഒരു പല്ലവി ഒക്കെ ചെയ്യും, ബാക്കി 24 പല്ലവിയോടെ പോയി. അന്ന് റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ ടേപ്പ് റെക്കോർഡ് എത്ര പാട്ട് ചെയ്യാൻ പറ്റും. എല്ലാം നിന്നത് മെച്ചോണേ. അല്ല, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ വിജയം ഈ പാട്ടുകൾ തന്നെയാണ്. ഈ TMSൻ്റെയും എന്താ സംശയം? ഇവരുടെയൊക്കെ സംശയമില്ല. MGRൻ്റെ പടത്തിൽ സംശയമില്ല. TMSൻ്റെ
നാനാണയിട്ടാൽ അത് നടന്ന് ഏഴൈകൾ വേദനപ്പെടമാ ഉയരുള്ളവരെ ഈ തുன்பമിൽ കണ്ണീർ കടൽ ആ സ്റ്റൈൽ അങ്ങനെ അത് ഇങ്ങനെ ഏത് സ്റ്റൈൽ വേണം MSVക്ക് എന്തെല്ലാം ഭാവം ഞാൻ പറഞ്ഞത് എന്തെല്ലാം ഭാവങ്ങൾ എന്തെല്ലാം. ഇപ്പം എന്നാലും സ്പാനിഷ് സോങ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പശു ഒരു വെച്ചിട്ട് കണ്ടല്ലേ അതൊരു പാട്ട്. അതിൻ്റെ ആ ഏത് ടൈപ്പ് വേണം. മറ്റേ പഞ്ചാബി വേണമെങ്കിൽ ആടലുടൻ പാടൽ കേട്ട് രസിപ്പതിലേതാൻ സുഖം 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 ആടലുടൻ പാടൽ കേട്ട് രസിപ്പതിലേ സുഖം 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 താനി നിന്നി താനാ നാ 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 താലലല ലാ 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 താനനി താനാ നാ 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 താനി നീ നാ 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 താനി നീ താനാ നാ നാനി താലലല താലലല ലാല താനന തരന ലാ ലാ രേ തനി നാനന നാനി താനനി നീ നീ തനനനനന ആടലുടൻ പാടൽ കേട്ട് രസിപ്പതിലേ സുഖം 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 ഇതാണ് തന്നെ വളരെ സോഫ്റ്റ് മറ്റേ എന്തെല്ലാം ഭാഗങ്ങൾ എന്തെല്ലാം ഗസലുമാരി നിലവേ എന്നിടം നല്ല ഗസലൊക്കെ. നിലവേ എന്നിടം நெருங்காது நீ நினைக்கும் இடத்தில் நான் இல்லை மலரே என்னிடம் மயங்காதே நீ மயங்கும் வகையில் நான் இல்லை நிலவே என்னிடம் நெருங்காதே நீ நினைக்கும் இடத்தில் நான் இல்லை கோடையில் ஒரு நாள் மழை வரலாம் என் கோலத்தில் இனிமேல் சுகம் வருமோ கோடையில் ஒரு நாள் மழை வரலாம் என் கோலத்தில் இனிமேல் சுகம் வருமோ நிம்மதியிழதே கொடிபடலாம் தரிநானநானா தானே நிம்மதியிழதே கொடிபடலாம் தனிநானநானா தாரே நிலவே என்னிடம் நெருங்காதே நீ நினைக்கும் இடத்தில் நான் இல்லை மலரே என்னிடம் மயங்காதே நீ மயங்கும் வகையில் நான் இல்லை நிலவே என்னிடம் நெருங்காதே நீ நினைக்கும் இடத்தில் நான் இல்லை. അല്ല ഇതിലും വലിയൊരു ഗസൽ എന്താ ഉള്ളത്? ഗസലാണിത്. അഷ്ടപതിയിലേ അത് തന്നെ രാഗം നായികേ യക്ഷഗായികേ അഷ്ടപതിയിലേ നായികേ യക്ഷഗായികേ അംബുജാക്ഷനെ പ്രേമിച്ചതിനാൽ അംബുജാക്ഷനെ പ്രേമിച്ചതിനാൽ അനശ്വരയായി നീ അനശ്വരയായി നീ അഷ്ടപതിയിലെ നായികേ യക്ഷഗായികേ
മാംസതൽപ്പങ്ങളിൽ പണം വിതിർത്താടും മതമായിരുന്നില്ല നിൻ പ്രണയം. മാംസതൽപ്പങ്ങളിൽ പണം വിതിർത്താടും മതമായിരുന്നില്ല നിൻ പ്രണയം. അന്തരാത്മാവിലെ ഇന്ദ്രിയാതീതമാം അനുഭൂതിയായിരുന്നു, അനുഭൂതിയായിരുന്നു. രാധികേ ആരാധികേ നിൻ പ്രേമ തീരമറിയാതെ പാടുന്നു ഞാൻ. രതിസുഖസാരേ ഗദമഭിസാരേ, രതിസുഖസാരേ ഗദമഭിസാരേ. അഷ്ടപദിയിലെ നായികേ യക്ഷഗായികേ. അംബുജാക്ഷനെ പ്രേമിച്ചതിനാൽ, അംബുജാക്ഷനെ പ്രേമിച്ചതിനാൽ അനശ്വരയായി നീ, അനശ്വരയായി നീ. അഷ്ടപദിയിലെ നായികേ യക്ഷഗായികേ. ജീനിയസ് ആണെന്നോ? അങ്ങനെ ഒരു ജീനിയസ് ഇനി ഉണ്ടാവില്ല ഈ ഭൂലോകത്തുണ്ടാവില്ല. അദ്ദേഹത്തിന് ആ ഒന്നും ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. അതല്ല, അതാണ് അദ്ദേഹത്തിന്റെ ഭാഗ്യം. അതല്ല അദ്ദേഹത്തിന്റെ ഭാഗ്യം. അംഗീകാരം കിട്ടിയാൽ പോയില്ലേ, കഴിഞ്ഞില്ലേ? അംഗീകാരം കിട്ടിയ അവൻ്റെ പണി കഴിഞ്ഞു. അതല്ലേ MSVക്ക് ഏറ്റവും ഭാഗ്യം. അതല്ലേ അങ്ങനെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മൾ പാടാൻ കാരണം അതുകൊണ്ടാണ്, ഒരു ശ്രീയും കിട്ടാത്തതുകൊണ്ടാണ് അല്ലേ? അത് മറ്റേ വിദ്യാസാഗർ പറയും, വിദ്യാജി പറയും, എൻ്റെ പെരിയവർസെല്ലാം പെരിയവർ സെഞ്ചു വെച്ചിരിക്കയ്യ. പെരിയവർന്ന് MSVയാണ്. അവർ അങ്ങനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഒന്നും വേണ്ട, ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന MSVയെ കുറിച്ച് ആലോചിച്ചാൽ മതി. ശ്രുതി ഇട്ടാൽ വെറുതെ ശ്രുതി പിടിച്ചാൽ മതി, പാട്ട് വരുന്നതാണ്. അതൊരു ഒരു സ്പെഷ്യൽ ഇതാണ്. ഇന്ദുമുഖി ഇന്ദുമുഖി എന്തിനിന്നു നീ സുന്ദരിയായി. ഇന്ദുമുഖി ഇന്ദുമുഖി എന്തിനിന്നു നീ സുന്ദരിയായി. ഇന്ദുമുഖി ഇന്ദുമുഖി. മഞ്ഞിൽ മനോഹര ചന്ദ്രികയിൽ പൊങ്ങി മാറുമറയ്ക്കാതെ. മഞ്ഞിൽ മനോഹര ചന്ദ്രികയിൽ പൊങ്ങി മാറുമറയ്ക്കാതെ. എന്നനുരാഗമാം അഞ്ചിതൾ പൂവിൻ, എന്നനുരാഗമാം അഞ്ചിതൾ പൂവിൻ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി. എന്നനുരാഗമാം അഞ്ചിതൾ പൂവിൻ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി. വന്നു നീ കിടന്നുറങ്ങി. ഇന്ദുമുഖി ഇന്ദുമുഖി എന്തിനിന്നു നീ സുന്ദരിയായി. ഇന്ദുമുഖി ഇന്ദുമുഖി. നിന്റെ മദാലസ യൗവനവോ
എനിക്കല്ലേ, നിന്റെ മദാലസ യൗവനവും നിന്റെ ദാഹവും എനിക്കല്ലേ, നിന്നിലെ മോഹമാം ഓരിലക്കുമ്പിളിൽ എൻ്റെ കിനാവിലെ മധുവല്ലേ, നിന്നിലെ മോഹമാം ഓരിലക്കുമ്പിളിൽ എൻ്റെ കിനാവിലെ മധുവല്ലേ, ഹൃദ്യമാം മധുവല്ലേ. ഇന്ദുമുഖി ഇന്ദുമുഖി എന്തിനിന്നു നീ സുന്ദരിയായി, ഇന്ദുമുഖി ഇന്ദുമുഖി എന്തിനിന്നു നീ സുന്ദരിയായി, ഇന്ദുമുഖി ഇന്ദുമുഖി. എത്ര ഭാവങ്ങളിലുള്ള പാട്ടാണ് ഇന്ന് കേട്ടത് അല്ലേ? പല ഭാവങ്ങളിലുള്ള പാട്ടുകൾ എല്ലാം ഒരേ ഒരു ഗായകൻ തന്നെ ഇതൊക്കെ നമുക്ക് പാടി കേൾപ്പിക്കാന്നുണ്ട്. അതൊരു വലിയൊരു അനുഭൂതി തന്നെയാണത്. പല ഭാഷകളിൽ പല വ്യത്യസ്തമായ സംഗീത സംവിധായകരുടെയും പല ഗായകരുടെയും എല്ലാം നമുക്ക് ഒരേ ഒരു ജേട്ടൻ തന്നെ പാടി കേൾപ്പിക്കുന്നു. അത് ഗുരുവായൂരപ്പൻ്റെ, ആദ്യം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം, എൻ്റെ ശ്രോതാക്കളുടെ, എൻ്റെ പാട്ട് കേട്ട് എന്നെ മനസ്സിൽ ധ്യാനിച്ച് എന്നെ വളർത്തുന്ന എൻ്റെ ശ്രോതാക്കൾ, എൻ്റെ പാട്ട് കേട്ട് എൻ്റെ മനസ്സിനെ ധ്യാനിച്ച് എന്നെ എന്താ പറയുക, എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ ശബ്ദത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യാൻ എൻ്റെ പ്രോഗ്രാം. തീർച്ചയായിട്ടും ചേട്ടൻ ഇനി എത്രയോ പാട്ടുകൾ നമുക്കായിട്ട് ഇനിയും പാടണം. താങ്ക് യു രാജുവേട്ടാ, ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്കളുടെ പ്രസൻസ് ഇപ്പോൾ പരിപാടിക്ക് ഒരുപാട് മാറ്റുകൂട്ടി. അല്ലല്ല, ജേട്ടനോടൊപ്പം ഒരു സായാഹ്നം പങ്കിടാൻ പറ്റി, അത് എന്റെ സന്തോഷം. വളരെ ഇതുമാതിരി പാട്ട് കേട്ടിരിക്കാന്ന് പറഞ്ഞാൽ കാലാതിവർത്തിയായ അപൂർവ സംഗീതാനുഭവങ്ങളുമായി മധുചന്ദ്രിക ഇനി അടുത്ത വെള്ളിയാഴ്ച.